അധ്യായം 5 നിലവറയിലെ രഹസ്യം. കോവിലകത്തിന്റെ ഭൂഗർഭ നിലവറയിലേക്ക് ഇറങ്ങുന്ന പടികൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു. കല്ലുപാകിയ ആ പടികളിൽ പായൽ പിടിച്ചുകിടന്നിരുന്നു. വിക്രമിന്റെ റിവോൾവർ മുനയിൽ നിൽക്കുമ്പോഴും അരവിന്ദിന്റെ ശ്രദ്ധ ആ നിലവറയുടെ ചുവരുകളിലായിരുന്നു. അവിടെയുള്ള വിചിത്രമായ കൊത്തുപണികൾ പ്രകാശത്തിൽ തെളിയുന്നു. സാറയുടെ കയ്യിലിരുന്ന നീലക്കല്ല് നിലവറയിലെ തണുത്ത കാറ്റിൽ കൂടുതൽ തിളങ്ങി. ആ തിളക്കം ചുവരുകളിലെ കണ്ണാടികളിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ നിലവറയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ ശിലാഫലകം പതുക്കെ നീങ്ങാൻ തുടങ്ങി. ഇത് വിശ്വസിക്കാനാവുന്നില്ല, വിക്രം അത്ഭുതത്തോടെ പറഞ്ഞു. അയാളുടെ തോക്കിൻ തുമ്പ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലം ഈ നിധിക്ക് വേണ്ടിയാണ് അമ്മാവൻ അലഞ്ഞത്. പക്ഷെ ഇത് തുറക്കാനുള്ള താക്കോൽ ആ കുരിശിനുള്ളിലെ കല്ലായിരുന്നല്ലേ? ശിലാഫലകം പൂർണ്ണമായും നീങ്ങിയപ്പോൾ അവിടെ സ്വർണമോ പണമോ ആയിരുന്നില്ല കണ്ടത്. പകരം ഒരു പഴയ ചെമ്പുപെട്ടിയും അതിനു മുകളിൽ വെച്ചിരുന്ന ഒരു കൽവിളക്കുമായിരുന്നു. നിധി എവിടെ? എവിടെയാണ് സ്വർണം? വിക്രം അലറി. അവൻ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് ആ ചെമ്പ് പെട്ടി തുറന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് പഴയ ചില താളിയോലകളും ഒരു ചെറിയ കുപ്പിയും പിന്നെ രക്തം പുരഞ്ഞ ഒരു സാരിയുടെ കഷ്ണവുമായിരുന്നു. വിക്രം നിരാശയോടെ ആ താളിയോലകൾ വലിച്ചെറിഞ്ഞു. ഇതാണോ നിധി? വെറും കുറെ കടലാസുകൾക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും റിസ്ക് എടുത്തത്? എന്നാൽ സാറ ആ സാരിയുടെ കഷ്ണത്തിലേക്ക് നോക്കി തറഞ്ഞു നിന്നു. അത് തന്റെ അമ്മ ദേവികയുടെ വസ്ത്രമായിരുന്നു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ താളിയോലകൾ എടുത്തു. അതിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ വായിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. അരവിന്ദ്, ഇത് വായിക്കൂ. സാറ അത് അരവിന്ദിന് നൽകി. അരവിന്ദ് അത് വേഗത്തിൽ വായിച്ചു. അത് വർമ്മ കുടുംബത്തിന്റെ യഥാർത്ഥ ചരിത്രമായിരുന്നു. 30 വർഷം മുൻപ് രാഘവൻ വർമ്മയും വിക്രമിന്റെ അച്ഛൻ ശ്രീധരൻ വർമ്മയും ചേർന്ന് തറവാട്ടിലെ കണക്കുകളിൽ വലിയ തട്ടിപ്പ് നടത്തിയിരുന്നു. ആ തട്ടിപ്പ് ദേവിക കണ്ടുപിടിച്ചു. അത് പുറം ലോകത്തെ അറിയിക്കാതിരിക്കാനാണ് അവർ ദേവികയെ ഇല്ലാതാക്കിയത്. ആ ചെമ്പ് പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന കുപ്പിയിൽ ദേവികയുടെ മരണത്തിന് തൊട്ടുമുൻപ് അവൾ കുടിച്ച വിഷത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു. അവൾ മരിച്ചത് മുങ്ങിമരണമല്ല, മറിച്ച് രാഘവൻ നൽകിയ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ. ഇതാണ് നിങ്ങളുടെ നിധി. വിക്രം അരവിന്ദ് വിക്രമിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങളുടെ അച്ഛനും അമ്മാവനും ചെയ്ത പാപങ്ങളുടെ തെളിവുകൾ. ഇത് പുറത്തു വന്നാൽ വർമ്മ കുടുംബത്തിന്റെ പേര് എന്നേക്കുമായി ഇല്ലാതാകും. വിക്രം പല്ലുകടിച്ചു. ഇല്ല, ഇത് പുറത്തു പോകില്ല. നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ തന്നെ ഞാൻ കുഴിച്ചുമൂടും. ഈ നിലവറ നിങ്ങളുടെ ശവപ്പറമ്പാകും. വിക്രം ട്രിഗർ അമർത്താൻ തുടങ്ങിയതും നിലവറയുടെ പ്രവേശന കവാടത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് മറ്റാരുമായിരുന്നില്ല, ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി എത്തിയ ഐസക് ജോസഫ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇൻസ്പെക്ടറും സംഘവും ഉണ്ടായിരുന്നു. വിക്രം, നിർത്തൂ! ഐസക്കിന്റെ ശബ്ദം ആ നിലവറയിൽ മുഴങ്ങി. വിക്രം പരിഭ്രമിച്ച് തിരിഞ്ഞു നോക്കിയതും അരവിന്ദ് ആ അവസരം മുതലാക്കി വിക്രമിന്റെ കയ്യിൽ ആഞ്ഞടിച്ചു. തോക്ക് നിലത്ത് വീണു. പോലീസ് സംഘം വിക്രമിനെ കീഴടക്കി. മണിക്കൂറുകൾക്ക് ശേഷം പ്രഭാത കിരണങ്ങൾ കോവിലകത്തിന്റെ മുറ്റത്ത് വീണു. പോലീസ് വിക്രമിനെയും കൊണ്ടുപോയി. രാഘവൻ വർമ്മയ്ക്കും വിക്രമിനുമെതിരെ കൊലപാതക ശ്രമത്തിനും ഗൂഢാലോചനയ്ക്കും കേസെടുത്തു. ഐസക് ജോസഫ് നിലവറയിൽ നിന്നും ലഭിച്ച ആ സാരിയുടെ കഷ്ണം നെഞ്ചോട് ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ദേവിക, 30 വർഷത്തിനു ശേഷം നീ നീതി നേടിയിരിക്കുന്നു. സാറ അരവിന്ദിന്റെ അരികിലേക്ക് വന്നു. അരവിന്ദ്, എല്ലാം അവസാനിച്ചു. ഈ കോവിലകത്തെ കറപുരഞ്ഞ രഹസ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട്? അരവിന്ദ് അവളുടെ കൈ പിടിച്ചു. നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുകയാണ് സാറ. വർമ്മ കോവിലകം ഇനി ഒരു തടവറയാകില്ല. ഇത്രയും കാലം അനാഥർക്ക് തണലായ നിന്റെ അനാഥാലയത്തിന് വേണ്ടിയായിരിക്കും ഈ സ്വത്തുക്കൾ ഇനി ഉപയോഗിക്കുക. അരവിന്ദ് ആ നീലക്കല്ല് സാറയ്ക്ക് തന്നെ തിരിച്ചു നൽകി. ഇത് നിന്റെ അമ്മയുടെ സ്മരണയാണ്. ഇത് നിന്റെ കഴുത്തിൽ തന്നെ ഇരിക്കട്ടെ. സാറ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രണയവും നന്ദിയും തുളുമ്പി. വർമ്മ കോവിലകത്തിന്റെ പടികളിറങ്ങുമ്പോൾ അവർ രണ്ടുപേരും അറിഞ്ഞു, ജാതിക്കും മതത്തിനും പണത്തിനും അപ്പുറം സ്നേഹത്തിന് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയൂ എന്ന്. ഐസക് ജോസഫ് മകളുടെയും അരവിന്ദിന്റെയും കൂടെ ആ പുതിയ പ്രഭാതത്തിലേക്ക് നടന്നു നീങ്ങി. അഗ്നിസാക്ഷിയിലെ മഞ്ഞുതുള്ളി പോലെ അവരുടെ ജീവിതം പുതിയൊരു വെളിച്ചത്തിൽ തിളങ്ങി. അരവിന്ദും സാറയും ആ വലിയ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞു. വർമ്മ കോവിലകത്തെ 30 വർഷത്തെ ഇരുളടഞ്ഞ സത്യങ്ങൾ പുറം ലോകം അറിഞ്ഞു. പക്ഷേ ഇത് അവസാനമാണോ, അതോ അതിഭീകരമായ മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കമോ? നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ അവർക്ക് ഇനി ആരെയൊക്കെ നേരിടേണ്ടി വരും? തകർന്നടിഞ്ഞ ബന്ധങ്ങൾക്കിടയിൽ അവരുടെ പ്രണയം എങ്ങനെ പൂത്തുലയും? ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളുമായി അഗ്നിസാക്ഷിയിലെ മഞ്ഞുതുള്ളി അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നു. അരവിന്ദിന്റെയും സാറയുടെയും ജീവിതത്തിലെ അടുത്ത വലിയ വഴിത്തിരിവറിയാൻ അധ്യായം 6 കാണാൻ മറക്കരുത്. ഇതുപോലുള്ള വമ്പൻ ട്വിസ്റ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാമല്ലോ. അടുത്ത ഭാഗവുമായി ഉടനെത്താം.